കുടുംബങ്ങളുടെയും വലിയ സ്വപ്നമാണ് ഒരു വിവാഹം എന്നത്. വരന്റെയും വധുവിന്റെയും മാത്രം സ്വപ്നമല്ല. ഒരു കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ കാര്യം തന്നെയായിരിക്കാം ഒരുപക്ഷെ ആ കുടുംബത്തിൽ നടക്കുന്ന വിവാഹം. ഇപ്പോഴിതാ വിവാഹം ദിവസം തന്നെ വരന്റെ ആത്മഹത്യ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൂചിപ്പിക്കുന്നത് വല്ലാത്ത നിഗൂഢത തന്നെയാണ് എന്ന് പറയാം. ജമ്മു കശ്മീരിൽ SSB ബോർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ മുണ്ടേരി പഞ്ചായത്തിലെ മാവിലാച്ചാൽ കൊല്ലൻചില റോഡിൽ നാരായണീത്തിയിൽ ഷബീനാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു ഷബീന. ഇന്നലെ വിവാഹം നടക്കാനിരിക്കവെയാണ് ഈ സംഭവം. ഞായർ രാത്രി വീട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് വിരുന്നൊരുക്കിയിരുന്നു. അർദ്ധരാത്രിയോടെ വിരുന്ന് സൽക്കാരം കഴിഞ്ഞ് എല്ലാവരും തിരികെ പോയി. ഈ സമയം ഷബീന് ഫോൺ വന്നു. നവവധുവാണ് വിളിച്ചതെന്ന് ഷബീന്റെ ബന്ധുക്കൾ പറയുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് മുറിയിൽ കയറി വാതിലടച്ചു. രാവിലെ 4:45 തുറന്നു നോക്കുമ്പോൾ മക്കേരി അമ്പലത്തിൽ ഫോട്ടോഷൂട്ടിന് പോകാൻ വീട്ടുകാർ വിളിക്കാനായി എത്തിയപ്പോഴാണ് മുറിയിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. ഭരതന്റെ, അതായത് പേരുതേരി ഷീബയുടെ മകനാണ്. അഭിഷ എന്ന ഒരു സഹോദരി കൂടിയുണ്ട്. നഴ്സും ശ്രീചന്ദ്ര ആശുപത്രി കണ്ണൂരിലും ഏറെ നാളായി ഇപ്പോൾ ജോലി ചെയ്തു വരികയാണ്. ഷീബയുടെ ജോലി കൊല്ലഞ്ചിറ അങ്കണവാടി വർക്കറാണ്. ഇവരുടെ മകനായി തന്നെ ജനിച്ച അദ്ദേഹത്തിന് അത്തരം വിഷമങ്ങളൊന്നും എവിടെയും ഇല്ലായിരുന്നു. എന്നാൽ വളരെയധികം തന്നെ വേദനിപ്പിക്കുന്ന ഒരു വാക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നതെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലായത്. എല്ലാവർക്കും മനസ്സിലായതുപോലെ ഷബിൻ എന്താണ് സംഭവിച്ചതെന്നും എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ യുവതലമുറയുടെ ഇടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ഒരു വല്ലാത്ത കുറ്റകരമായി മാറുകയാണ്. ഇതൊരു രീതിയിലേക്ക് പോകുന്നിടത്തോളം കാലം തന്നെ എല്ലാവരും ഇത് മാത്രമേ ചിന്തിക്കൂ എന്നതാണ് സത്യം. ഓരോ തവണയും ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞെത്തുന്നത്. ഓരോ തവണയും പ്രേക്ഷകരെല്ലാവരും ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പരസ്പരം ഡിസ്കസ് ചെയ്യുകയും പോലും ചെയ്യുന്നു. കണ്ണൂരിൽ വിവാഹ ദിവസമാണിത് സംഭവിച്ചത്. വിവാഹത്തിന് തൊട്ട് പിന്നാലെ ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്തു പ്രശ്നമായിരുന്നു മകനെ നിനക്കുണ്ടായിരുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എല്ലാവർക്കും അത് വളരെയധികം വേദന ഉണ്ടാക്കി. അതിനേക്കാൾ ഉപരി എല്ലാവരും ഇതിന് പിന്നാലെ പോയി എന്താണ് അവന് സംഭവിച്ചതെന്ന് അറിയാൻ വളരെയധികം ധൃതി കാട്ടി. എന്നാൽ ഇതുവരെ അവൻ എന്താണ് സംഭവിച്ചതെന്നും അവസാന നിമിഷം എന്തായിരുന്നു എന്നൊന്നും പറയുന്നില്ല. പുലർച്ചെ മക്കേരി അമ്പലത്തിൽ ഫോട്ടോഷൂട്ടിന് പോകാൻ വിളിക്കാനെത്തുമ്പോഴായിരുന്നു വീട്ടുകാരതറിഞ്ഞത്. അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി വൈകിയേനെ. എന്നാൽ ബാത്റൂമിൽ ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കി. അദ്ദേഹത്തിന് അറിയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും അതുപോലെ നാട്ടുകാർക്കും എല്ലാവർക്കും ഈ വാർത്ത ഒരു വലിയ ഞെട്ടലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പോലും ആർക്കും വിശദീകരിക്കാനാകുന്നില്ല. എന്തു പറയണമെന്ന് അറിയില്ല. എന്തായിരുന്നു അവനെ അലട്ടിയിരുന്ന പ്രശ്നമെന്ന് പോലും അമ്മയ്ക്കോ അച്ഛനോ സഹോദരിക്കോ അറിയില്ല. എല്ലാവരും വിവാഹ തിരക്കിൽ തന്നെയായിരുന്നു. എല്ലാവരും വിവാഹത്തിൻ്റെ ഒരു മൂഡിലായിരുന്നു എന്ന് പറയാം. പക്ഷെ പെട്ടെന്നാണ് സന്തോഷം തുളുമ്പേണ്ട ആ വീട്ടിൽ ഇപ്പോൾ മരണവിളി എത്തിയത്.